ഗായ്സ് ഇത് പാർട്ട് 2 ആണ്. അറിയാണ്ട് അത് എന്താ പറയുക സ്റ്റക്കായത്. പിന്നെ ആദ്യം തൊട്ട് വേറെ വീടാണ്. അതുകൊണ്ട് ഇത് പാർട്ട് 2 ആക്കിയിട്ടുണ്ട്. എൻ്റെ കുറേ അബദ്ധം വന്നു. അതുകൊണ്ട് ഞാൻ ചില സമയം പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 10 വരെ ഓരോന്ന് അബദ്ധം അയച്ചിട്ടുണ്ട്. നമ്മൾ സെൽഫി സ്റ്റിക്ക് കൊളുത്തിട്ടാണ് ഇപ്പം. ഒരു മിനിറ്റ്, എന്തോ ശബ്ദം കേൾക്കുന്നു ഇവിടുന്ന്. ഒന്നുമില്ല ഗായ്സ്, വീട്ടിൻ്റെ മുമ്പിൽ കൂടെ എന്തോ പട്ടി പോയ ശബ്ദം കേട്ടെ. കള്ളിപ്പാറ് മറ്റെന്തോ പാറുവിൻ്റെ ഇതില്ലേ, കള്ളിപ്പാറു എന്ന് വെച്ചാൽ പറഞ്ഞ അതിൻ്റെ സീരിയല്. അമ്മമ്മ കള്ളിപ്പാറു എന്ന് വെച്ചാൽ പറഞ്ഞ സീരിയലില്ലേ അത് തുടങ്ങി. കള്ളിപ്പാറു എന്ന് പറഞ്ഞ സീരിയൽ തുടങ്ങി. ആ ചട്ടമ്പിപ്പാറു എന്ന് പറഞ്ഞ സീരിയൽ തുടങ്ങിയിട്ടില്ല. എപ്പോഴാണ് തുടങ്ങുക? 14-നാ? ഏപ്രിൽ 14-ന് തുടങ്ങുന്നാ പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്ന കാണുന്നില്ല. ഞാൻ വിചാരിച്ച് കണ്ടു. ഞാൻ ആളെ വീഡിയോ എടുത്തുന്നേ കണ്ണ് കണ്ടു. വീഡിയോ എടുത്തല്ലേ? ഇടുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂണാ? ടേബിളിന്റെ അത്രയും വലുതായിട്ടാ? 2 ടേബിൾ സ്പൂൺ ഇടുന്നത്. ഇങ്ങോട്ട് നോക്കിയാ ഓക്കെ. കിട്ടീനാ മുഖം കണ്ടിനാ സമൂഹിന്റെ ഓൾറെഡി ഒരു വീഡിയോയില് മുഖം കാണിച്ചത്. അന്ന് വലിയ ഏതോ തത്തന്നെ, അതിന്റെ പേരെന്താന്ന്, അതിന് തോളത്ത് വെച്ചിട്ടില്ല. നമ്മളെന്താ എസ്റ്റിറ്റ്യൂഷന് പോയിട്ടില്ലേ? അന്ന് അമ്മേനെ മുഖം ഞാൻ കാണിച്ചിനി. അന്ന് അമ്മനിക്ക് അമ്മൂസ് കൾച്ചർ എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. ഇന്ന് അമ്മനിക്ക് ആ ചാനലിൽ പോയി. എന്ന് പറയാനാ, ഞാനെന്തിന് സെൽഫീസിക്ക് ഫുള്ള് വർക്ക് വെച്ചിന്. ഇത് അമ്മമ്മക്ക് വേറെ ഫോൺ കൊടുത്ത് കേട്ടോ. ഇത് ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മമ്മേന്റെ ഫോൺ, അമ്മമ്മക്ക് വേറെ ഫോൺ കൊടുത്ത്. അമ്മമ്മേന്റെ പുതിയ ഫോൺ കാണും. ഇതാ അമ്മമ്മേന്റെ പുതിയ ഫോൺ. ഇത് അമ്മേന്റെ പുതിയ എൻ്റെ ആൻറ്റി പുതിയ ഫോൺ മേടിച്ചു. അപ്പൊ അമ്മേൻ്റെ പഴയ ഫോൺ, അമ്മേൻ്റെ ഒരു BTS ലവർ കണ്ട, BTSന്റെ ഫോട്ടോ അത് അമ്മമ്മക്ക് കൊടുത്ത്. ഈ അമ്മമ്മേന്റെ ശരിക്കുള്ള ഫോണ് എനിക്ക് വന്നു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അസിസ്റ്റന്റ് ഫുള്ള് നോക്കലെന്നെ വലിയ ഷെഫാന്നാണ് കരുതി. അച്ചാറാക്കാൻ അറിയില്ല. ഈത്തപ്പഴത്തിന്റെ മിക്സ് ഇടാൻ പോകുന്നതാണ്. ഈത്തപ്പഴത്തിന് മിക്സ് ആക്കിയതാ. അത് സ്പൂൺ എടുത്തിട്ടില്ല. സ്പൂണാ? വേറെന്തോ അത് ഫുള്ള് ഇടുന്ന. നമ്മള് ഇത് മിക്സിയിലാക്കിയതല്ലേ ഒരു ജാറ്. മുഖം കിട്ടി. ഞാൻ വെറുതെ പറയാൻ വേണ്ടി മുഖമൊന്നും കിട്ടിയില്ല. കിട്ടാ ഇട്ടോണ്ടിരിക്കുന്ന മോടിയിലുള്ള വരുന്ന പിന്നെ എന്തിനാ കളയുന്നു? നമ്മള് നിങ്ങളെ പോലെ വേസ്റ്റ് ബാക്കിയുള്ളത് വായിലോട്ട് ഇടുന്നതല്ല. നമ്മള് കളയുമ്പോ കളയും. ഷോർട്ട് ഫിലിം വല്ലതും വേണം. ഗൈസ്, അപ്പൊ ചലഞ്ച് വീഡിയോ ഇപ്പൊ കൊറേ വരും ഗൈസ്. അല്ല അമ്മമ്മേ, ചലഞ്ച് വീഡിയോ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ചലഞ്ച് ചെയ്യൂ, ഈറ്റിംഗ് ചലഞ്ചൊക്കെ നമ്മൾ ചെയ്യൂ. കൊറേ ചലഞ്ച് ചെയ്യണം. ഇപ്പൊ ഇതെന്നാ മിക്സ് ചെയ്യുന്ന
ഇനി ഞാനൊന്ന് വീഡിയോ ഓണാക്കട്ടെ. പഠിച്ചോനെ കോപ്പി റൈറ്റ് കിട്ടും. ഞാൻ സൈഡിൽ കോപ്പി റൈറ്റ് കിട്ടുമോ? എനിക്ക് അങ്ങനെ അറിയില്ല. കുറച്ചാൽ കുറേ കോപ്പി റൈറ്റ് കിട്ടീനി. പ്രാങ്ക് വീഡിയോസ് അമ്മമ്മ പ്രാങ്ക് വീഡിയോസ് ഇടടാ. പ്രാങ്കിങ് പ്രാങ്ക് പച്ചിക്കലാ. അമ്മമ്മ വേറെ ആള് തന്നെ പച്ചിക്കലുണ്ട്. അമ്മമ്മ പറഞ്ഞ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ഇടാന്ന്. കുറച്ചും കൂടി ഉപ്പ് ഇടുവാണ്. കുറച്ചും കൂടിയാ ഇതാ കാണി 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 ഇതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പൊ ബിഗിനേഴ്സിനോട് പ്രത്യേകം ഒരു കാര്യം പറയാ, ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എരിവ്, ഉപ്പ്, മധുരം, പുളിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അച്ചാറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇട്ട് കഴിഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നന്നായിട്ട് അതുപോലെ തന്നെ ഈ ഒരു അച്ചാറിന്റെ വേറൊരു പ്രത്യേകത നിറം മാറുമായിരിക്കും. ഉലുവപ്പൊടി, കായപ്പൊടി അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇടുന്നില്ല കേട്ടാ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള സുറുക്ക ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എന്നിട്ട് 1/4 കപ്പിന്റെ പകുതിയോളം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കുക നിങ്ങൾക്ക് അച്ചാറിന്റെ ജ്യൂസ് ഒക്കെ പാകമാണോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കയ്യിലെടുത്തിട്ടുള്ള കയ്യിൽ ഇത്ര ഒരു കയ്യിൽ കാണി കാണി ആ കയ്യിൽ കാണി കയ്യിൽ ഇതാ ഒരു കയ്യിൽ കുറച്ചും കൂടി ആയിട്ടില്ലേ ഇത്ര എടുക്കണോ? നമ്മൾ ഒഴിക്കും. 2 വട്ടം അതേപോലെ ഒഴിക്കണം. 2 വട്ടം സ്പൂണില്ലാത്തോണ്ടാ നമ്മളാക്കിയത്. നമ്മള് സ്പൂണില്ലാത്തോണ്ട് കയ്യിൽ വെച്ചിട്ടാക്കിയ. അമ്മമ്മ നോക്ക് ഇതാ ഫോൺ. ഇതെന്തിനാ തേനൊക്കെ മേടിച്ചു വെച്ചിന്? തേനൊക്കെ ആവശ്യമുണ്ടോ അമ്മേന്റെ? അച്ചാറിന്റെ മേലെ ഗ്രീൻ ടീ ഒഴിക്കൂ. അച്ചാറിന്റെ മുകളിലല്ല, രാവിലെ ഗ്രീൻ ടീ കുടിക്കും. എന്തിന്റെ മേലെ? ഗ്രീൻ ടീ. അതിന് തേന് രാവിലെ ഗ്രീൻ ടീക്ക് തേനാ? അമ്മമ്മ ഗ്രീൻ ടീക്ക് തേന് വേണോ? ഗ്രീൻ ടീക്ക് തേന് വേണോ? പിന്നെന്തിനാ ഗ്രീൻ ടീക്ക് തേന് വേണമെന്നൊക്കെ പറയുന്നത്? എനിക്കിതൊന്നും അറിയില്ലേ. അപ്പൊ ഇതുപോലെ മിക്സ് ചെയ്തോണ്ട് നിൽക്കുക. എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടലിൽ 1/2 കപ്പ് സുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിന്റെ വ്യത്യാസം വരും. കറക്റ്റ് തിക്നെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് കുറച്ചുകൂടി അപ്പൊ ഇത് നല്ലപോലെ സൈഡിൽ കൂടെ പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടി സുറുക്കി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഇതായിത്തറിയും. അപ്പൊ ഇത്രയുള്ളൂ. നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ 5 മണിക്കൂർ തന്നെ എടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊരു വേറൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ. നമ്മുടെ കല്യാണ വീട്ടിലെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ ഇപ്പൊ കണ്ടില്ല കുറച്ചുകൂടി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ചുകൂടി ലൂസ് ആയിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലൂസിനനുസരിച്ച് സുറുക്ക നോക്കിയിട്ട് പൊടി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം വരെ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു ബോട്ടിൽ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയുടെ ബോട്ടിൽ തന്നെ എടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ ഉള്ളൊക്കെ ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ അച്ചാർ ഇതിലേക്ക് ഇട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. പ്രത്യേകിച്ച് നമ്മൾ അച്ചാർ പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നുമില്ല. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? കൊടുക്കണം. അമ്മമ്മക്ക് കൊടുക്കണം. 6 മണിക്കൂർ കഴിയട്ടെ. രാവിലെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും വരെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.
വെച്ച് ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്യണം. നീ പറയുന്ന ശരിയല്ല, കോപ്പി റൈറ്റ് വരും നിങ്ങൾക്ക്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്കണം, ഇനേബിൾ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.